ഹായ് ഫ്രണ്ട്സ്. നമ്മൾ വീട്ടിൽ ഒരേ സമയം പല ജോലികൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അതെല്ലാം തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് സിമ്പിൾ ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്ന കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്താ നോക്കാം. നമ്മൾ വൈപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പൺ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. എന്തായാലും ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്സ് ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ എടുക്കുന്നത് ഞാൻ പഴയൊരു സോക്സ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള കീറിയതാണെങ്കിലും ശരി എടുക്കാം. ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. സോക്സിന്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നൂല് വെച്ചിട്ട് തുന്നാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലൂ എടുത്തിട്ട് നന്നായിട്ട് ചുറ്റിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഫെസ്ക്യൂക്കിന്റെ ഗമ്മാണ്. അപ്പൊ നന്നായിട്ട് ഒട്ടിക്കിട്ടുന്നതാണ് കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അവരുടെ തിങ്സ്, നമ്മുടെ പെൻസില്, കളറ്, അങ്ങനത്തെ പേന, ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അവയെല്ലാം ഓരോന്നും തരം തിരിച്ച് ഇതുപോലെ ഓരോ സോക്സിൻ്റെ ഉള്ളിലാക്കി ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാനും എടുത്തു വെക്കാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു ടിപ്സ് ഒന്ന് നോക്കാം. ഞാൻ സ്റ്റവിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ചായപ്പൊടി നന്നായിട്ടൊന്ന് തിളച്ച് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കട്ടൻ ചായ ആയിട്ട് നമുക്ക് ആക്കിയെടുക്കണം. അപ്പം നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് കൂടി മാറ്റി വെക്കണം. ചൂടോടുകൂടി ചെയ്യണം എന്നില്ല. നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം അതിലുള്ള ചായയുടെ ചണ്ടിയെല്ലാം അരിച്ച് എടുത്ത് വെച്ചിട്ടുള്ള ചായയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ലെമണാണ്. ഒരല്പം മതി കേട്ടോ. ഏകദേശം ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ലെമൺ ഒഴിച്ചാൽ മതിയാവും. ഒരു ചെറിയ ചെറുനാരങ്ങയാണ്, അതിൻ്റെ ജ്യൂസും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ബോട്ടിലേക്ക് നിറയ്ക്കുന്നുണ്ട്. ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. സ്പ്രേ ബോട്ടിലാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏറെ സൗകര്യം. അപ്പോൾ ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. അഴുക്കോ കറയോ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മിറർ ആണെന്നുണ്ടെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ക്ലീൻ ആയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ മിററിലേക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തൊന്ന് ടിഷ്യൂ വെച്ച് തുടച്ചപ്പോൾ തന്നെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സി എങ്ങനെയാണ് നമ്മൾ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് നോക്കാം. നമ്മൾ മിക്സിന്റെ എത്ര അഴുക്കുള്ളതാണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ക്ലീൻ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആവും കേട്ടോ. അപ്പൊ ഇത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്ലഗിൽ നിന്നെല്ലാം ഓഫ് ചെയ്ത് ഊരി എടുത്തതിന് ശേഷം മാത്രം ഈ ഒരു ജോലി ചെയ്യാം. അപ്പോൾ ഞാൻ എന്നിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് അതുപോലെ വെക്കുക. എന്നിട്ട് ഒരു കോട്ടന്റെ തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും കേട്ടോ. എവിടെ അഴുക്കുണ്ടെങ്കിലും ഈസി ആയിട്ട് ക്ലീൻ ആയി കിട്ടുന്നതാണ്. ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇതേ ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴുള്ള ഒരു പ്രശ്നമായിരിക്കും, നമ്മൾ ഗ്യാസിന്റെ കുറ്റി നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം എന്തായാലും ഒരു ഇരുമ്പിന്റെ കറ വരാറില്ലേ. അപ്പൊ അങ്ങനെ കറയുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നമ്മളതൊന്ന് ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. ആ ഒരു കറ പിടിച്ചിട്ടുള്ള ഭാഗമൊക്കെ അത് മാഞ്ഞു പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് ക്ലീൻ ചെയ്യുന്നതിന്റെ മുന്നേ നല്ലതുപോലെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ തുടച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള കാണാനായിട്ട് സാധിക്കുന്നില്ലേ. അപ്പോൾ കട്ടൻ ചായ കൊണ്ടുള്ള ഈ ഒരു പ്രയോഗം നിങ്ങൾ ചെയ്തു നോക്കുക. എന്തായാലും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇരുമ്പിന്റെ കറ പോവാൻ ഇത് നല്ല ബെസ്റ്റ് സൊല്യൂഷനും കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു ടിപ്സ് ഒന്ന് നോക്കാം. ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. സവാള എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നായിരിക്കാം. പല കാര്യങ്ങൾക്കും പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സവാള. നമ്മളെ നിത്യജീവിതത്തിൽ എന്നും സവാള ഉണ്ടായിരിക്കുന്നല്ലേ. അപ്പൊ ഈ സവാള കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമുള്ള മറ്റൊരു നല്ലൊരു ടിപ്സാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള. അപ്പൊ ആ ഒരു കട്ട് ചെയ്ത സവാളയിൽ നിന്ന് ഒരു പീസാണ് ഇപ്പൊ എടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത സമയത്ത് തന്നെ സവാളയിൽ നിന്ന് അതിന്റെ ഒരു നീര് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. അതൊന്നും വേസ്റ്റ് ആക്കുന്നില്ല. ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് ഒന്നാണ്. അത് ചെറിയൊരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിന് ബാക്ടീരിയകളെ കൊല്ലാനുള്ള ഒരു ശക്തി ഉണ്ട് സവാളയ്ക്ക്. നമ്മളിപ്പോൾ ഒരു റൂമിനകത്ത് ഒരു സവാള കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ
ആ റൂമിനകത്തുള്ള എല്ലാ ബാക്ടീരിയനെയും വലിച്ചെടുക്കുന്നതാണ് ഈ സവാള ട്ടോ. പിന്നെ അതുകൂടാതെ ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റൂമിലുള്ള ബാഡ് സ്മെല്ലിനെയും കൂടി ഇല്ലാതാക്കും. പിന്നെ അപ്പോൾ നമ്മളെ റൂം അപ്പോഴേ തന്നെ നല്ല ഫ്രഷ് ആയിട്ടും പോസിറ്റീവായിട്ടും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 2 തവണയെങ്കിലും നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നന്നായിരിക്കും ട്ടോ. പിന്നെ ഈ ഒരു സവാള മറ്റൊന്നിനും തന്നെ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാനും പാടില്ല. അടുത്തൊരു ടിപ്സ് എന്താ വെച്ചാൽ ഞാനൊരു ബോട്ടിൽ എടുക്കുന്നുണ്ട്. ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ മാറാലകളും നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വീട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ അതിൻ്റെ അടപ്പ് മാറ്റിയതിന് ശേഷം ആ ബോട്ടിലൊന്ന് ഒന്ന് നടുകിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പോൾ തൽക്കാലം. അപ്പോൾ ഈ ഒരു പാർട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ കത്രിക ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. 1/4 ഇഞ്ച് വീതി വരുന്ന രീതിയിലാണ് ഞാൻ ഓരോ പീസും കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് നമ്മൾ ആ പീസ് മുറിച്ചെടുക്കുന്നില്ല. കട്ട് ചെയ്ത് അവിടെ വെക്കുന്നേ ഉള്ളൂ ട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ബോട്ടിൻ്റെ ചുറ്റിലും ചെയ്യണം. ബോട്ടിലിൻ്റെ ചുറ്റിലും ഇതുപോലെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇതുപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഞാൻ ഒരു പഴയ മോപ്പിൻ്റെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് ലൂസായിരുന്നു. സ്റ്റിക്ക് കുറച്ച് വണ്ണം കുറവുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ആ ഒരു ബോട്ടിനുള്ളിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റി. അധികം ലൂസില്ലാതെ നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കണം. അപ്പോഴാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ഊർന്ന് താഴത്തേക്ക് വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഒരുപാട് മാറാലയും പൊടിയും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇതുപോലെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ എല്ലാ മാറാലയും നമുക്ക് പോരുന്നതാണ് കേട്ടോ. ക്ലീനിങ് എല്ലാം നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.